ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനം 11-ാം അധ്യായം. 9-10 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ നിർവഹണത്തിനായി ദൈവത്തിന് ജാതിമത ഭേദമന്യേ ആരെയും തിരഞ്ഞെടുക്കുവാൻ അവകാശമുണ്ടെന്നും, രണ്ടാമത് യഹൂദന്മാരുടെ തിരസ്കരണം അവരുടെ സ്വയപ്രവർത്തനത്തിൻ്റെ ഫലമാണെന്നും പൗലോസ് പറഞ്ഞതിന് ശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം സ്വന്തം ജനത്തെ കൈവിട്ടു എന്നല്ല. ആദ്യം മുതലേ അവർ തൻ്റെ സ്വന്തമാണ്. ഇനിയും ഏലിയായുടെ കാലത്തെ പോലെ അവരെ മുഴുവനായി ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം എപ്പോഴും ആ ജനത്തിൽ നിന്ന് ഒരു ശേഷിപ്പിനെ താൻ സംരക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇനിയും സംരക്ഷിക്കുകയും ചെയ്യും. അത് അവരുടെ യോഗ്യത കൊണ്ടല്ല, എങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പിനെ ഇപ്പോഴും അവരുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിൽ തന്നെ തങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്ത ഒരു വിഭാഗം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ സ്വയം നീതീകരണക്കാർക്കത് നഷ്ടപ്പെട്ടു. കാരണം സ്വന്തം ഇഷ്ടം നടത്തുന്നവർക്കുണ്ടാകാവുന്ന ഹൃദയകാഠിന്യം അവർക്കുണ്ടായി എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ പൗലോസ് കാണുന്നത്, യഹൂദന്മാരിൽ ഭൂരിഭാഗവും ദൈവത്തിൽ യേശുവിൽ ഇടറിയെങ്കിലും പൂർണ്ണമായി വീണിട്ടില്ല. അവരുടെ ആ തിരസ്കരണം വിജാതിയർക്ക് രക്ഷയ്ക്ക് കാരണമായി മാറി. അപ്പോൾ അവരുടെ വീഴ്ച ലോകത്തിനൊരു പ്രയോജനമായി മാറിയെങ്കിൽ അവരുടെ പൂർണ്ണമായ തിരിച്ചുവരവ് എത്രയോ അധികം നന്മ വരുത്തുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് തന്നെക്കുറിച്ച് വിജാതിയരുടെ അപ്പോസ്തോലൻ എന്ന അഭിമാനമായി അദ്ദേഹം ഇത് പറയുകയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം വിജാതിയുടെ ഇടയിൽ യേശുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അദ്ദേഹമാണ്. അദ്ദേഹം വിജാതിയുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ 14-ാം വാക്യം, അപ്പം അത് മുഖാന്തരം അത് കണ്ടിട്ട് അസൂയ പൂണ്ടെങ്കിലും കുറേ യഹൂദന്മാരെങ്കിലും ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരുമെന്ന് അദ്ദേഹം അത് പ്രതീക്ഷിക്കുകയാണ്. അത്രമാത്രം അദ്ദേഹം ആ സമൂഹത്തെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഇന്ന് മറ്റ് ജാതികളിൽ നിന്നുള്ള ആളുകൾ യഹൂദ സഭ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് എങ്ങനെ സംയോജിക്കപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം അതിനകത്ത് ഒരു ബഡ്ഡിങ്ങിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട്, സ്വാഭാവിക കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ നിന്നെ അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന് വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കാൻ നിന്നെ ആക്കിയെങ്കിൽ വേര് നിന്നെയാണ് വഹിക്കുന്നത്, നീ വേരിനെയല്ല. അതുകൊണ്ട് നീ അഹങ്കരിക്കാൻ പാടില്ല. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഇവിടെ ഈ ഒലിവ് മരം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. അതിലെ സ്വാഭാവിക കൊമ്പുകൾ എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലാണ്. ആ സ്വാഭാവിക കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചു കളയാനുള്ള കാരണം പറഞ്ഞു, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്.
അപ്പോൾ യേശുക്രിസ്തു ആകുന്ന ഒലിവുമരത്തിലെ സ്വാഭാവിക കൊമ്പുകളായിരുന്നു പഴയ നിയമ ഇസ്രായേൽ. അവയിൽ പല കൊമ്പുകളും ഒടിക്കപ്പെട്ടു അവിശ്വാസത്താൽ. അതാണ് നമ്മൾ വായിക്കുന്നത്, സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ ഒടിഞ്ഞു പോയെടുത്ത് കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ചു ചേർത്ത. ഒലിവും കാട്ടൊലിവും തമ്മിൽ കാഴ്ചയിൽ ഏകദേശം ഒരുപോലിരിക്കും, പക്ഷേ ഫലത്തിൽ വലിയ വ്യത്യാസമാണ്. ഇന്ന് ക്രൈസ്തവരെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു കാലത്ത് കാട്ടൊലിവിൻ്റെ ഭാഗങ്ങളായിരുന്നു. സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേൽ ജനം ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒടിയപ്പെട്ടപ്പോൾ ആ സ്ഥാനത്ത് നമ്മളെ കൊണ്ട് ഒട്ടിച്ചു ചേർത്തു. എന്തിന്? ആ ഒലിവുമരത്തിൻ്റെ വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കുവാൻ. അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടണം. അഹങ്കരിക്കാൻ ഒന്നുമില്ല. സ്വന്തം പ്രവർത്തിയാലോ സ്വന്തം നീതീകരണത്താലോ ഒന്നുമല്ല ഒട്ടിക്കപ്പെട്ടത്, ആ ഉടമസ്ഥൻ്റെ കാരുണ്യം കൊണ്ടാണ്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുവാൻ പൗലോസ് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ദൈവത്തോട് സംയോജിക്കപ്പെടുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചതാണ് ക്രിസ്തുവിനോട്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായി അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല. സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേൽ ജനത്തെ പോലും ഒടിക്കപ്പെട്ടെങ്കിൽ നമ്മളും ഒടിക്കപ്പെട്ടേക്കാം. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ആ കാട്ടൊലിവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വിജാതികളായിരുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ കാട്ടൊലിവെന്ന് പറയുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന് സ്വാഭാവിക കൊമ്പിനോട് ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഒലിവുമരത്തിൻ്റെ വേരിന് ഫലം കായ്ക്കുവാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് 25 മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോസ് വിജാതീയരായിരുന്ന റോമൻ ക്രിസ്ത്യാനികളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ്. അവർ അഹങ്കരിക്കരുത്. കാരണം അവരറിയാത്ത രഹസ്യം പൗലോസ് പറയുന്നു. വിജാതികളുടെ രാജ്യപ്രവേശനം പൂർത്തിയാകുന്നത് വരെ യഹൂദരിൽ ഒരു വിഭാഗം കഠിന ഹൃദയത്തോടെ തന്നെ ഇരിക്കും. പിന്നീട് അവരും മശിഹായെ വന്ന് അംഗീകരിക്കും. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണ്. യേശയ്യാ 59 20-21 വാക്യങ്ങളിൽ. ഇനി അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ സംയോജിക്കപ്പെടുവാനിടയായി തീർന്നത്. ഇനി 25 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ഒരു പുനരുദ്ധാരണം ഉണ്ടാകും. അവരെല്ലാവരും ക്രിസ്തുവിനോട് സംയോജിക്കപ്പെടുന്ന ഒരു ദിവസം വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ പൗലോസ് ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര രഹസ്യാത്മകമാണ്, മാനുഷിക ബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിൻ്റെ മാർഗങ്ങൾ. കാരണം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞതായിട്ട് ആരുണ്ട്? അവിടത്തേക്ക് ഉപദേഷ്ടാവാകാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് ദാനം കൊടുക്കുവാൻ ആർക്ക് സാധിക്കും? എല്ലാം അവിടുന്നും ദൈവത്തിൻ്റേതായ ആ വഴികളിലൂടെ അവിടുത്തെ ദാനം മാത്രമാണ്. അതുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകണം. സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിനേക്കാൾ വലുതല്ല എന്ന ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടതാണ്. ഇവിടെ പ്രശ്നം ഇന്ന് ക്രൈസ്തവ സഭയുടെയും അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ പ്രശ്നം ക്രിസ്തുവിനേക്കാൾ വലിയവരായി അവരഭിനയിക്കുന്നു എന്നുള്ളതാണ്.
ദൈവസന്നിധിയിൽ താഴ്മയും വിനയം ഉണ്ടാകണം. എപ്പോഴും മുമ്പേ പറഞ്ഞ ആ ബഡ്ഡിങ്ങിൻ്റെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാട്ടൊലിവായ നമ്മെ സ്വാഭാവിക ആ ഒലിമരത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് ചേർത്ത് ആ വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്വയം അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ആ വലിയ ചിന്തയാണ് പൗലോസ് അവിടെ വയ്ക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ സ്ഥാനത്താണ് നമുക്ക് അവസരം നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അവരിലൂടെയായിരുന്നു ദൈവസ്നേഹം ലോകം മുഴുവൻ അറിയേണ്ടിയിരുന്നത്. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല. അതിനു പകരം ദൈവത്താൽ പുതിയ നിയമസഭയായി എന്നെയും നിങ്ങളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവികമായ സ്നേഹവും ദൈവികമായ പദ്ധതിയും നമ്മിലൂടെയാണ് ലോകം തിരിച്ചറിയേണ്ടത്, ജാതികൾ. എന്നാൽ നമ്മളിതൊക്കെ നമുക്ക് ലഭിച്ചതായ ഈ അനുഗ്രഹത്തെ അവകാശവാദമാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ സത്യം തിരിച്ചറിഞ്ഞ് ആ വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. നോമ്പിൻ്റെ ദിവസങ്ങൾ അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.